Hi all. Our next topic is ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡി സി മോട്ടോറുകളിൽ ഉപയോഗിക്കുന്ന 3-പോയിൻ്റ് സ്റ്റാർട്ടർ ആയിരുന്നു. എ സി മോട്ടോറുകളിൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോറുകളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് സ്റ്റാർട്ടർ സർക്യൂട്ടുകൾ ഉള്ളത്. The purpose of a starter is not to just start the motor, but it performs the two main functions: to reduce the heavy starting current, to provide overload and under voltage protection. ഒരു സ്റ്റാർട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുക എന്നത് മാത്രമല്ല, അതോടൊപ്പം സ്റ്റാർട്ടിംഗ് കറൻറ്റിനെ ലിമിറ്റ് ചെയ്യുക എന്നതും, ഓവർലോഡിൽ നിന്നും അതുപോലെ അണ്ടർ വോൾട്ടേജിൽ നിന്നും മോട്ടോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതും കൂടിയാണ് ഒരു സ്റ്റാർട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് 3-പോയിൻ്റ് സ്റ്റാർട്ടറുകൾ അല്ല. അതിന് പകരമായി പ്രധാനമായും 3 ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിംഗ് മെത്തേഡുകളാണ് ഇൻഡക്ഷൻ മോട്ടോറുകളിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ അല്ലെങ്കിൽ DOL സ്റ്റാർട്ടർ. സെക്കൻഡ് വൺ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ആൻഡ് തേർഡ് വൺ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഇതിലെ DOL സ്റ്റാർട്ടറും അതുപോലെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ DOL അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു 3-ഫേസ് സപ്ലൈയിൽ നിന്ന് നമ്മൾ സ്റ്റേറ്ററിലേക്കാണ് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. DC മോട്ടോറുകളിൽ 2 ഭാഗങ്ങളിലേക്കും, അതായത് സ്റ്റേറ്ററിലേക്കും അതുപോലെ റോട്ടറിലേക്കും സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ AC മോട്ടോറുകളിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങുകൾക്ക് മാത്രമേ നേരിട്ട് സപ്ലൈ കൊടുക്കുന്നുള്ളൂ. സ്റ്റേറ്ററിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ആണ് റോട്ടർ വർക്ക് ചെയ്യുന്നത്. അതുകാരണം തന്നെയാണ് അതിനെ ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു 3-ഫേസ് സപ്ലൈയിൽ നിന്ന് സ്റ്റേറ്ററിലേക്ക് നേരിട്ട് സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സപ്ലൈ കൊടുക്കുന്നത് ചില കമ്പോണൻറ്റുകൾ വഴിയാണ്. അതിൽ വരുന്നത് ഒരു ഫ്യൂസ് ഉണ്ട്, അതുപോലെ തെർമൽ ഓവർലോഡ് റിലേയും ഉണ്ട്. ഇതിലെ ഓവർലോഡ് റിലേ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ സർക്യൂട്ടിൽ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അത് റിലേ കട്ടാവും. അതിനനുസരിച്ച് 3-ഫേസ് സപ്ലൈയിൽ നിന്ന് വോൾട്ടേജ് സ്റ്റേറ്ററിലേക്ക് എത്തുന്നില്ല. ഇതിനു വേണ്ടിയാണ് ഓവർലോഡ് റിലേ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഫ്യൂസ് ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അതിനെ തടയുന്നതിനും, അതുപോലെ ഹൈ കറണ്ട് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. 2 ഫങ്ഷൻസാണ് ഫ്യൂസിനുള്ളത്. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക എന്ന ഒരു ഫങ്ഷനാണ് ഓവർലോഡ് റിലേക്കുള്ളത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു DOL സ്റ്റാർട്ടറിൽ ഒരു എനർജൈസിങ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോയിൽ നിന്ന് എനർജൈസ് ചെയ്യുന്ന ഒരു കോണ്ടാക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് നോർമൽ
ഓപ്പൺ സ്റ്റാർട്ട് NO സ്വിച്ച്, അതുപോലെ NC സ്വിച്ച് നോർമൽ ക്ലോസ്ഡ് സ്റ്റോപ്പ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് DOL സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓഫ് പൊസിഷനിലുള്ള DOL സ്റ്റാർട്ടറാണ്, അതായത് മോട്ടർ ഓഫ് പൊസിഷനിലുള്ള DOL സ്റ്റാർട്ടറാണ്. നോർമലി NO സ്വിച്ച് സർക്യൂട്ടിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ സർക്യൂട്ടിൽ കാണപ്പെടുന്നത് പച്ച നിറത്തിലായിരിക്കും. അതുപോലെ NC സ്വിച്ച് സ്റ്റോപ്പ് സ്വിച്ച് സർക്യൂട്ടിൽ കാണുന്നത് ചുവന്ന നിറത്തിലായിരിക്കും. നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന ബോർവെൽ മോട്ടോറുകളുടെ സ്വിച്ച് ബോർഡ് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. ഒരു ഗ്രീൻ ബട്ടണും ഉണ്ടായിരിക്കും, അതോടൊപ്പം ഒരു റെഡ് ബട്ടണും ഉണ്ടായിരിക്കും. ഒന്ന് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയും ഒന്ന് സ്റ്റോപ്പ്. ഇതിൽ ക്ലോസ്ഡ് സ്റ്റേറ്റിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ക്ലോസ്ഡ് സ്റ്റേറ്റിൽ മാഗ്നറ്റൈസിങ് കോയിലിലേക്ക് സപ്ലൈ വരുന്നില്ല. അതായത് ഈ 3 ഫേസ് സപ്ലൈയിലെ 2 ഫേസുകളിലേക്കാണ് മാഗ്നറ്റൈസിങ് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. മാഗ്നറ്റൈസിങ് കോയിലിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഒരു ഫേസിലേക്കും മറ്റ് എൻഡ് മറ്റൊരു ഫേസിലേക്കും കണക്ട് ചെയ്തിരിക്കും. ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ മാഗ്നറ്റൈസിങ് കോയിൽ എക്സൈറ്റ് ചെയ്യുന്നില്ല, കാരണം അതിലേക്ക് സപ്ലൈ കിട്ടുന്നില്ല. കാരണം ഒരൊറ്റ ഫേസിലേക്ക് മാത്രമേ കണക്ഷൻ നേരിട്ട് കിട്ടുന്നുള്ളൂ. ഈ ഒരു സമയത്ത് കോണ്ടാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പൊസിഷനിലായിരിക്കും. അതായത് കോണ്ടാക്ടർ സ്റ്റേറ്ററുമായോ 3 ഫേസ് സപ്ലൈയുമായോ കണക്ഷൻ വരുന്നില്ല. ഓൺ സ്വിച്ച് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ആ സമയത്ത് ഓഫ് സ്വിച്ച് ഓപ്പൺ ആവുകയും ഓൺ സ്വിച്ച് ക്ലോസ്ഡ് ആവുകയും ചെയ്യും. ഓൺ സ്വിച്ച് ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 3 ഫേസ് സപ്ലൈയിലെ 2 ഫേസുകളിലേക്ക് മാഗ്നറ്റൈസിങ് കോയിൽ കണക്റ്റ് ആവുന്നു. ഇത് കാരണം മാഗ്നറ്റൈസിങ് കോയിൽ എക്സൈറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യുന്നു. ഇതുവഴി കോണ്ടാക്ടറും മാഗ്നറ്റൈസ് ആവുന്നു. കോണ്ടാക്ടർ മാഗ്നറ്റൈസ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് വഴി സ്റ്റേറ്ററിൻ്റെ 3 ഫേസിലേക്കും കോണ്ടാക്ടർ കണക്ട് ചെയ്യുന്നു. അതോടൊപ്പം 3 ഫേസ് സപ്ലൈയിലേക്കും കണക്ട് ചെയ്യുന്നു. അതുവഴി 3 ഫേസ് സപ്ലൈയിൽ നിന്ന് സ്റ്റേറ്ററിലേക്ക് കറണ്ട് എത്തുന്നു. ഇതാണ് DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, DOL സ്റ്റാർട്ടറിലെ 2 സ്വിച്ചുകളാണുള്ളത്. ഒന്ന് നോർമൽ ഓപ്പൺ സ്റ്റാർട്ട് സ്വിച്ച്, അതുപോലെ നോർമൽ ക്ലോസ്ഡ് സ്റ്റോപ്പ് സ്വിച്ചും. ഇതിലെ നോർമൽ ഓപ്പൺ സ്റ്റാർട്ട് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ, സർക്യൂട്ട് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് സ്റ്റോപ്പ് സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. ഈ സമയത്തും ആണ് മാഗ്നറ്റൈസിങ് കോയിലിൻ്റെ 2 എൻഡുകളും 3 ഫേസ് സപ്ലൈയുമായി കണക്ട് ചെയ്യുന്നത്. 3 ഫേസ് സപ്ലൈയുമായി കണക്ട് ചെയ്താൽ മാത്രമേ മാഗ്നറ്റൈസിങ് കോയിൽ മാഗ്നറ്റൈസ് ആവുകയുള്ളൂ. അങ്ങനെ മാഗ്നറ്റൈസ് ആവുന്ന സമയത്ത് മാഗ്നറ്റൈസിങ് കോയിലിന് ഉള്ളിലുള്ള കോണ്ടാക്ടർ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഡ്യൂ ടു ദ എനർജൈസിങ് പ്രോപ്പർട്ടി, the contactor will move to the right side, so it will come in contact with the 3 phase supply and the stator. അതുവഴി 3 ഫേസ് സപ്ലൈയിൽ നിന്ന് സ്റ്റേറ്ററിലേക്ക് നേരിട്ട് കറണ്ട് എത്തുന്നു. ഇതാണ് DOL സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടറാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ.
DOL സ്റ്റാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ഉള്ള സ്റ്റാർട്ടറാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ് സ്റ്റാർ കണക്ഷനും അതുപോലെ തന്നെ ഡെൽറ്റ കണക്ഷനും. ഈ ഒരു ടൈപ്പ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങും അതുപോലെ ഒരു TP/DT സ്വിച്ച് ഉണ്ടായിരിക്കും. TP/DT സ്വിച്ച് എന്ന് പറയുന്നത് ട്രൈപോൾ ഡ്യുവൽ ത്രോ സ്വിച്ച്. ഇതിലെ സ്വിച്ച് ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിംഗ് സമയത്ത് ഈ സർക്യൂട്ടിനെ ഈ സ്വിച്ച് ഉപയോഗിച്ച് സ്റ്റാർ കണക്ഷനിലും സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ TP/DT സ്വിച്ച് ഉപയോഗിച്ച് ഡെൽറ്റ കണക്ഷനിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അതായത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത് സ്റ്റാർ കണക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർ കണക്ഷനിലായിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മോട്ടോർ റണ്ണ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റർ വൈൻഡിങ് 3 ഫേസ് സപ്ലൈയുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ കണക്ഷനിലായിരിക്കും. ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് സ്റ്റാർ കണക്ഷനിൽ നിന്നും ഡെൽറ്റ കണക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് TP/DT സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ വൈൻഡിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അതായത് സെയിം വൈൻഡിങ് ഉപയോഗിച്ച് തന്നെ സ്റ്റാർ കണക്ഷനിൽ നിന്ന് ഡെൽറ്റ കണക്ഷനിലേക്ക് മാറ്റുന്നു. വേറെ ഒരു എക്സ്റ്റേണൽ കമ്പോണൻറ്റും ഈ ഒരു ടൈപ്പ് സ്റ്റാർട്ടറിൽ ഉപയോഗിക്കുന്നില്ല. DOL സ്റ്റാർട്ടറിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് കോണ്ടാക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കോയിൽ പോലെയുള്ള എക്സ്റ്റേണൽ കമ്പോണൻസ് ഉപയോഗിച്ചിരുന്നു. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ ആ ഒരു രീതിയിലുള്ള യാതൊരു എക്സ്റ്റേണൽ കമ്പോണൻറ്റുകളും ഉപയോഗിക്കുന്നില്ല. ആകെ ഉപയോഗിക്കുന്നത് ഒരു TP/DT സ്വിച്ചാണ്. ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് സ്റ്റാർ കണക്ഷനിൽ നിന്ന്, അതായത് സ്റ്റാർട്ടിംഗ് സമയത്ത് സ്റ്റാർ കണക്ഷനിൽ നിന്ന് റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെൽറ്റ കണക്ഷനിലേക്ക് സർക്യൂട്ടിനെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. A star delta starter is the most commonly used method for the starting of a 3-phase induction motor. In star delta starting, an induction motor is connected in through a star connection throughout the starting period. Then once this motor reaches the required speed, the motor is connected in through a delta connection. മോട്ടോർ റിക്വയർഡ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റാർ കണക്ഷനിൽ നിന്ന് ഡെൽറ്റ കണക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നു. അതായത് മോട്ടോർ 80% ഫുൾ ലോഡ് സ്പീഡിൽ കഴിയുന്ന സമയത്താണ് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്കുള്ള കൺവേർഷൻ നടക്കുന്നത്. A star delta starter is a type of reduced voltage starter. We use it to reduce the starting current of the motor without using any external device. This is a big advantage of a star delta starter, as it typically has around 1/3 of the in-rush current compared to a DOL starter. സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് വോൾട്ടേജിനെ സ്റ്റാർട്ടിംഗ് സമയത്ത് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡെൽറ്റ കണക്ഷനെ അപേക്ഷിച്ച് സ്റ്റാർ കണക്ഷനിൽ സ്റ്റാർട്ടിംഗ് സമയത്തുള്ള അല്ലെങ്കിൽ വോൾട്ടേജ് റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ് വരുന്നത്. അത് കാരണം തന്നെ സ്റ്റാർ കണക്ഷനാണ് സ്റ്റാർട്ടിംഗ് സമയത്ത് ഉപയോഗിക്കുന്നത്. മോട്ടോർ റണ്ണ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ
കൺവേർഷൻ നടക്കുന്നു. സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്കുള്ള കൺവേർഷൻ നടക്കുന്നു. ഇത് ചെയ്യുന്നത് ട്രിപ്പിൾ പോൾ അല്ലെങ്കിൽ ട്രൈപോൾ ഡബിൾ ത്രോ സ്വിച്ച് വഴിയാണ്. ഇത് തിയററ്റിക്കലായി എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ലെറ്റ് us കൺസിഡർ ദിസ് ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റാർ കണക്ഷനാണ്. ഇത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റാർ കണക്ഷനാണ്. ഇവിടെ സപ്ലൈ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് VL ആണെങ്കിൽ, അതുപോലെ ILS എന്ന് പറയുന്നത് സപ്ലൈ ലൈൻ കറണ്ടും, IPS എന്ന് പറയുന്നത് വൈൻഡിങ് കറണ്ട് പെർ ഫേസ് അല്ലെങ്കിൽ ഫേസ് കറണ്ടും, അതുപോലെ Z ആയി ഡിനോട്ട് ചെയ്യുന്നത് ഇമ്പിഡൻസ് പെർ ഫേസ് വൈൻഡിങ്ങുമാണ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് പകരമായി യൂസ് ചെയ്യുന്ന ടേമാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതായത് സർക്യൂട്ടിലെ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ വൈൻഡിങ് കറണ്ട് അല്ലെങ്കിൽ ലൈൻ കറണ്ടും അതുപോലെ ഫേസ് കറണ്ടും, ലൈൻ കറണ്ട് വിൽ ബി ഈക്വൽ ടു ഫേസ് കറണ്ട്. ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഫേസ് കറണ്ട്. ഇവിടെ സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും. ഇതും നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഫേസ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു VL ഡിവൈഡഡ് ബൈ √3. സോ ഫേസ് കറണ്ട് എന്ന് പറയുന്നത് IPS എന്ന് പറയുന്നത് V/R ആണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈക്വൽ ടു V/R ആണ്. ഇവിടെ റെസിസ്റ്റൻസിന് പകരം ഇമ്പിഡൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, Z എന്ന് പറയുന്ന ഇമ്പിഡൻസ്. സോ I വിൽ ബി ഈക്വൽ ടു V/R. that will be equal to I is equal to VL divided by √3 Z. Since here the winding current per phase അല്ലെങ്കിൽ ഫേസ് കറണ്ട് എന്ന് പറയുന്നത് സപ്ലൈ ലൈൻ കറണ്ടിന് ഈക്വൽ ആണ്. സോ ILS will be equal to IPS, which is equal to VL by √3 Z. Now let us consider the situation where the motor gets started with the delta connected stator winding. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാർ കണക്ഷനിലുള്ള വൈൻഡിങ്ങിൻ്റെ, അതായത് സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള കണക്ഷനായിരുന്നു. ഇനി മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യുന്ന പൊസിഷനിൽ അത് ഡെൽറ്റ വൈൻഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ILD എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷനിലെ സപ്ലൈ ലൈൻ കറണ്ടും അതുപോലെ IPD എന്ന് പറയുന്നത് ഫേസ് കറണ്ടുമാണെന്ന് വിചാരിക്കുക. Z എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു സമയത്ത് നമുക്കറിയാം ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ ലൈൻ കറണ്ട് ഈസ് √3 ടൈംസ് ദ phase current, that is ILD is equal to √3 into IPD. ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് VL നോട് ഈക്വൽ ആയിരിക്കും. അതായത് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഫേസ് വൈൻഡിങ് വിൽ ബി ഈക്വൽ ടു ദ ലൈൻ വോൾട്ടേജ്. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ലൈൻ കറണ്ടും അതുപോലെ ഫേസ് കറണ്ടും ഈക്വൽ ആയിരിക്കും. പക്ഷേ വോൾട്ടേജിലാണ് വ്യത്യാസം വരുന്നത്. വോൾട്ടേജ് അക്രോസ് ഫേസ് വൈൻഡിങ് വിൽ ബി ഈക്വൽ ടു 1/√3 അല്ലെങ്കിൽ VL/√3 ആയിരിക്കും. പക്ഷേ ഡെൽറ്റ കണക്ഷനിൽ കറണ്ടിലാണ് വ്യത്യാസം വരുന്നത്. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് കറണ്ട് ആയിരിക്കും. അതുപോലെ വോൾട്ടേജ് രണ്ട് വോൾട്ടേജുകളും ഈക്വൽ ആയിരിക്കും. ഫേസ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ദ ലൈൻ വോൾട്ടേജ്. സോ നമുക്കറിയാം I എന്ന് പറയുന്നത് V/R ആണ് അല്ലെങ്കിൽ V/Z ആണ്. സോ IPD വിൽ ബി ഈക്വൽ ടു VL/Z. Now we can write ILD is equal to √3 IPD.
which is equal to root 3 into VL by Z. ഈ ഒരു രണ്ട് ഇക്വേഷനും, അതായത് സ്റ്റേറ്റർ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സമയത്തെ സ്റ്റാർ കണക്ഷനിലെ ഇക്വേഷനും അതുപോലെ റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഡെൽറ്റ കണക്ഷനിലെ ലൈൻ കറണ്ട് തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ILD ബൈ ILS എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ട് 3 VL ബൈ Z ഓൾ ഡിവൈഡഡ് ബൈ VL ബൈ റൂട്ട് 3 Z which will be equal to 3 എന്ന് കിട്ടും. സോ ILS ഈക്വൽ ടു 1/3 ILD. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയ സമയത്തുള്ള ലൈൻ കറണ്ട് എന്ന് പറയുന്നത് 1/3 ടൈംസ് ഓഫ് ലൈൻ കറണ്ട് വെൻ ദ സപ്ലൈ ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ കണക്ഷൻ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലൈൻ കറണ്ട്, സ്റ്റാർ കണക്ഷനിലെ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും കമ്പയർഡ് ടു ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട്. അതുകാരണം തന്നെയാണ് സ്റ്റാർട്ടിംഗ് സമയത്ത് സ്റ്റാർ കണക്ഷനും അതുപോലെ റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഡെൽറ്റ കണക്ഷനും ഉപയോഗിക്കുന്നത്. Thus we can say that the starting current from the main in case of star delta is 1/3 of direct switching in the